നിന്റെ ഈ ആലോചന കണ്ട എന്തോ തല പോകുന്ന കാര്യമാണെന്ന് തോന്നുമല്ലോ. ഇത് അത്ര വലിയ സീനൊന്നുമല്ല. നീ ഇത് കണ്ടോ? ഇതിലേതാണ് കള്ളൻ, ഏതാണ് നല്ലവൻ പറയാവോ? പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വേണ്ട, വെറുതെ പൊല്ലാപ്പിനൊന്നും ഞാനില്ല. നിനക്ക് കളി മനസ്സിലായല്ലോ മച്ചാനെ. ഇരട്ടിക്കിരട്ടി ലാഭോ. ഒറിജിനലിനെ വെല്ലുന്ന കള്ളനുമായിട്ടാ പാർട്ടി വരുന്നത്. അവൻ 2 ലക്ഷത്തിന്റെ കള്ളൻ ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ 50,000 നല്ലത് അങ്ങോട്ട് കൊടുക്കും. അതിന് പാർട്ടിക്ക് പകരം കൊടുക്കാൻ ഒറിജിനൽ എവിടെ? മുത്തു മോനെ, കൊടുക്കുന്ന കാശിന്റെ മുകളിലും താഴെയും ഓരോ ഒറിജിനൽ വെച്ചങ്ങ് താങ്ങും. നോട്ട് കൈമാറുന്ന ബഹളത്തിനിടയിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? ആഗോള ഉടായ്പിന്റെ പ്രസിഡന്റിനാണ് നീ ബുദ്ധി പറഞ്ഞിരുന്നത്. എന്നിട്ട് ഈ കള്ളനോട്ടും ചുമന്നുകൊണ്ട് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങും. അവസാനം പൂജപുരയിലിരിക്കും. നിന്റെ ഈ ഒടുക്കത്ത സംശയം കാരണം എത്ര നല്ല ബിസിനസ്സുകളാണ് പൊളിഞ്ഞത്. നീ ആ വെയിറ്ററിങ് വിളിക്ക്, ഞാൻ പേ ചെയ്യാം. കള്ളൻ ചൂടാന്ന് ചെലവാന്ന് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചതിന് ഇനി നീ സമാധാനം പറഞ്ഞില്ല. നിന്നെ ആ വണ്ടി കേസിൽ കോടതി ശിക്ഷിച്ചപ്പോ ഞാൻ ആ രഘുവിന്റെ അടുത്ത് പോയി കാശ് മേടിച്ചു കൊണ്ടുവന്നത്. അവനെന്തോ കുടുംബത്തിലെ കാര്യത്തിന് വേണ്ടി മൂസാക്കിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന കാശാത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നീ എന്തെടുത്താലും ഈ രഘു എന്ന് പറഞ്ഞു തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇടയിൽ ഈ രഘു ആരാ? നമ്മളുടെ ഇടയിലല്ല, എനിക്ക് അവൻ വേണ്ടപ്പെട്ടവനാ. കുഞ്ഞുനാൾ മുതൽ അറിയുന്നവനാ. നീ ആരുടെ അടുത്ത് കറക്റ്റ് ആയില്ലെങ്കിലും എന്റെ അടുത്ത് കറക്റ്റ് ആയിരിക്കണം. ആ പണം അടക്കി കൊടുക്കണം. കൊടുക്കാം, വാങ്ങിച്ചതിന്റെ ഇരട്ടി കൊടുക്കാം. എവിടുന്ന് കൊടുക്കും? ഇതിന്ന് കൊടുക്കും. നമുക്ക് അവനെയും കൂട്ടാം. ഈ കളനോട്ടോ അത് എന്തായാലും വേണ്ട. അവൻ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചോട്ടെ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന തൊഴിലല്ലേ? ഞാനോ ഈ കുരുക്കിൽ വന്ന് പെട്ടു. ഒരുത്തിനെങ്കിലും സ്വൈര്യമായി ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ? ശാലു, എന്താ രണ്ടാളും കൂടെ? ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? അത് പിന്നെ ഇവനാ കമ്പനിയുടെ ആവശ്യത്തിന് ചെട്ടിയാസ് ബാങ്കിൽ കുറച്ച് കാശ് എടുക്കാൻ വന്നതാ. ചെട്ടിയാസ് ബാങ്കോ? അതേന്ന്, നമ്മളെ ഫെഡറൽ ബാങ്കിന്റെ പുറകില്. വഴി വെച്ച് എന്നെ കണ്ടു. ഞങ്ങൾ തമ്മിൽ കൂടിയിട്ട് കുറച്ച് നാളായി. ഞാനൊന്ന് പുറത്തു പോവാനോ സിനിമയ്ക്ക് പോവാനോ വിളിച്ച എന്തൊരു തിരക്കാ. അല്ല, നിങ്ങൾക്ക് മനസ്സിലായോ ഈ കക്ഷിയെ? മനസ്സിലായി. ഇതല്ലേ ശാലുവിന്റെ ലാലൻ. See, this time I will let you go, but next time I won't spare you. Okay, I'll see you tomorrow in the coffee shop. Sure? Yeah. അല്ല, എല്ലാരും കൂടെ എന്താണ് ഇവിടെ? ഞങ്ങളുടെ കോളേജ് ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണ ഫണ്ടിലേക്കുള്ള പിരിവിന് ഇറങ്ങിയതാ. നിങ്ങൾ എത്ര സംഭാവന ചെയ്യാൻ പോകുന്നേ? അത് കാശിന് അല്പം ടൈറ്റാ. എന്നാലും 1000 രൂപ മതി. നീ അവർക്ക് ഏത് കാശാ കൊടുത്തേ? ഒരു ഡൗട്ടും വേണ്ട, കള്ളനാ. അതല്പം റിസ്ക് ആയി പോയില്ലേ?